തമിഴ്നാട്ടിൽ മൊത്തം 66 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. കനത്ത സുരക്ഷയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. ജയലളിത മത്സരിച്ച ആർ കെ നഗർ, സ്റ്റാലിന്റെ മണ്ഡലമായ കൊളത്തൂർ എന്നീ മണ്ഡലങ്ങളിലടക്കം ചെന്നൈ ജില്ലയിലെ 16 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ക്വീൻസ് മേരി കോളേജ്, ലയോള കോളേജ്, അണ്ണാ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നടക്കും. തെരഞ്ഞെടുപ്പിൽ ഇരു ദ്രാവിഡ കക്ഷികളും വിജയാവകാശങ്ങൾ മുഴക്കുന്നുണ്ടെങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ അധികവും DMKക്ക് അനുകൂലമാണ്. ടൈംസ് നൗവും തന്ത്രി ടിവിയും മാത്രമാണ് AIADMK ഭൂരിപക്ഷം നേടും എന്ന് പ്രവചിച്ചത്. 111 മുതൽ 139 വരെ സീറ്റുകൾ AIADMK നേടുമെന്നാണ് ഇവരുടെ സർവേ ഫലം. എന്നാൽ ഇന്ത്യ ടുഡേ, CNN, ന്യൂസ് എക്സ് പോലെയുള്ളവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ DMK 114 മുതൽ 140 സീറ്റ് വരെ നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. വിജയകാന്തിന്റെ നേതൃത്വത്തിലുള്ള ജനക്ഷേമ മുന്നണി കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണിക്കുന്നത്. BJPയും പ്രതീക്ഷിച്ച പോലെ തന്നെ പിന്തള്ളപ്പെട്ട നിലയിലാണ്. തമിഴ്നാട്ടിൽ BJP 1-2 സീറ്റുകൾക്കപ്പുറം പോകില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. പുതുച്ചേരിയിൽ 30 മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചുവരുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. 326 സ്ഥാനാർത്ഥികൾ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 14 സീറ്റ് നേടുമെന്നും മറ്റുള്ളവരുടെ പിന്തുണയോടെ അധികാരത്തിലേക്ക് എത്തുമെന്നുമാണ് പ്രവചനം. വിധു വിൻസെന്റ്, മീഡിയ 1.